ഫ്രണ്ട്സ്, സീഡാക്കിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിഗ്രി, MSc, MCA തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരമൊക്കെ വേക്കൻസി ഉണ്ട്, നമ്മുടെ കേരളത്തിൽ. പിന്നെ നമുക്ക് ചെന്നൈ, ബാംഗ്ലൂരൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ സീഡാക്ക് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ഓക്കെ, വിളിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1/2/2026 മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 20 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെയും സെയിം ഡേറ്റ് ആണ്. ചെന്നൈ വിളിച്ചിട്ടുണ്ട്, പിന്നെ ഡൽഹി വിളിച്ചിട്ടുണ്ട്, പിന്നെ ഹൈദരാബാദ് വിളിച്ചിട്ടുണ്ട്, കൊൽക്കത്ത, പിന്നെ മൊഹാലി, പിന്നെ മുംബൈ, നോയിഡ, പൂനെ, പിന്നെ തിരുവനന്തപുരം വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പിന്നെ നോർത്ത് ഈസ്റ്റ് സെൻട്രലിലും വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ കയറിയ വീഡിയോസുകൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ CSL എക്സിക്യൂട്ടീവ് ട്രെയിനീസ് വിളിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ് അതിലേക്ക് വേണ്ട യോഗ്യത. പിന്നെ BSNL വിളിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് പെർമനൻറ്റ് വേക്കൻസിയാണ് CSL BSNL ഒക്കെ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് പറ്റിയ വേക്കൻസികളാണ്. പിന്നെ ITI കഴിഞ്ഞവർക്ക് HVF ചെന്നൈ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ വേക്കൻസി നോട്ടിഫിക്കേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്താൽ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ആകും. അതോടൊപ്പം തിരിച്ച് നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, മെമ്പേഴ്സ് ഓൺലി ആയിട്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇത് PDF ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ എടുക്കേണ്ടത് വെച്ചാൽ, ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് നമ്മുടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ പോവുക, അവിടെ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സീഡാക്ക് റിക്രൂട്ട്മെൻറ്റ് 2026 എന്നിട്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ GOCL എജുലാൻഡ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റ് ചാനലിൻ്റെ അതേ പേര് തന്നെയാണ്, GOCL എജുലാൻഡ് എന്ന് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ലേറ്റസ്റ്റ് ജോബ്സിലൂടെ കാണാം സീഡാക്ക് റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറൊക്കെ ഉണ്ട്. ഇവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് സീഡാക്ക് എന്ന് അടിച്ചു കൊടുത്താലൊക്കെ കിട്ടും. എന്നിട്ട് ഇവിടെ കാണുന്നില്ല, പുതിയ റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മളിവിടെ ഇടും. അപ്പോൾ അവിടെ പോവും. അപ്പോൾ അവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു പേജിലേക്കാണ് വരിക. സീഡാക്ക് റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തും. 805ഓളം വേക്കൻസികളുണ്ട് പ്രൊജക്ട് എഞ്ചിനീയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 20 ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ എന്നാണ് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആദ്യം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന ഫോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കിട്ടും. നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഈ പേജിലേക്കാണ് വരിക. ഞാൻ ഇൻട്രോയിൽ കാണിച്ച പേജ്, ബാക്കിയൊക്കെ ഒന്ന് ഡിലീറ്റ് ജസ്റ്റ് ക്ലോസ് ചെയ്യട്ടെ. ഞാൻ ഈ പേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. യെസ്, അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂരിൻ്റെ വേക്കൻസി. അപ്പോൾ ഞാൻ ആദ്യം ബാംഗ്ലൂരിൻ്റെ വേക്കൻസി എടുക്കുക. അപ്പോൾ ഈ ബാംഗ്ലൂരിൻ്റെ വേക്കൻസി എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ അവിടെ കണ്ടോ നിങ്ങൾക്ക് സീഡാക്ക് ബാംഗ്ലൂർ ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ലിങ്കാണ്. അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വർടൈസ് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ ഉണ്ട്, പോസ്റ്റ് നെയിം ഇവിടെ ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസ്, ഡൊമൈൻ ഏരിയാസ് ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് നമ്മൾ എലിജിബിൾ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ബാംഗ്ലൂരാണ് പോസ്റ്റിംഗ് ലൊക്കേഷൻ. ഇത് ഓരോ പോസ്റ്റിൻ്റെയും നമ്പർ ഓഫ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഓരോ പോസ്റ്റിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ അപ്ലിക്കേഷൻ ഫീ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ റിട്ടൺ ടെസ്റ്റോ ഇൻ്റർവ്യൂ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റിമേഷനൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന മെയിൽ ത്രൂ നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ വഴിയായിരിക്കും. അപ്പോൾ ഇമെയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ കൊടുത്താണെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ, ഇത് ഇവിടെ തന്നെ വന്ന് നോക്കണമെന്നില്ല. എളുപ്പത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ ജസ്റ്റ് മുകളിലേക്ക് നിൽക്കുക. ഇവിടെ പോസ്റ്റ് കാണാം. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പ്രൊജക്ട് എഞ്ചിനീയർ AI ആൻഡ് സൈബർ സെക്യൂരിറ്റി, അത് ഞാൻ ജസ്റ്റ് വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കാണും, ഡൊമൈൻ ഏരിയാസ് ഇവിടെ കാണും, പോസ്റ്റ് നെയിം ഇവിടെ കാണും, പോസ്റ്റിംഗ് ലൊക്കേഷൻ കാണാം. ഇവിടെ ഏജ് ലിമിറ്റ് ഉണ്ടോ, ഫ്രഷർ കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ 30 വയസ്സിൽ അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 45 വയസ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത ഒന്നെങ്കിൽ BE ഓർ BTech 60% മാർക്കോട് കൂടി പാസ്സായിരിക്കുക, അതല്ലെങ്കിൽ ME ഓർ MTech അല്ലെങ്കിൽ ഇക്വലന്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് പെർസെൻറ്റേജ് വേണ്ട കേട്ടോ, ജസ്റ്റ് പാസ് മതി. ME ഓർ MTech ആണെങ്കിൽ അല്ലെങ്കിൽ ഇക്വലന്റ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് മതി. മറ്റ് BE ഓർ BTech ആണെങ്കിൽ മിനിമം 60% മാർക്ക് വേണം. പിന്നെ ഇതിൽ PG ഡിഗ്രി നിങ്ങൾക്ക് സയൻസിലുള്ള MSc ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ MCA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതായത് PhD ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള BE ഓർ BTech ആയിരിക്കണം, അല്ലെങ്കിൽ ME ഓർ MTech ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട MSc അല്ലെങ്കിൽ MCA ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി AI, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ സബ് ഡിസിപ്ലിൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന BE ഓർ BTech അല്ലെങ്കിൽ ME ഓർ MTech അല്ലെങ്കിൽ PG അല്ലെങ്കിൽ PhD ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രഷർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്, ഇതാണ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇതിലേക്ക് നമ്മൾ റെസ്യൂമെ ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ റെസ്യൂമിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്കില്ല്, നമ്മൾ ഇതിൽ വരുന്ന സ്കില്ലുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സ്കില്ലൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ജോബ് റോൾ എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അത് റിലേറ്റഡ് ആയിരിക്കും ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ, ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, 3 ഇയർ ഡ്യൂറേഷനിലേക്കാണ് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ CTC കണ്ടോ, നിങ്ങൾക്ക് 4.49 മുതൽ നിങ്ങൾക്ക് എന്താണ്, അത് ഡിപ്പെൻസ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടും. അതായത് നിയർ ഒരു നമുക്കൊരു എന്താ പറയുക, നിയർ ഒരു 35 മുകളിലൊക്കെ നമുക്ക് ഫ്രഷർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എക്സ്പീരിയൻസ് ഉണ്ട്, അതിനനുസരിച്ച് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കണ്ടോ, ബാക്ക് എന്ന് കാണാം. ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ഞാൻ കാണിക്കാൻ വീഡിയോയുടെ അവസാനം. ഇവിടെ ബാക്ക് എന്ന് കാണാം. ബാക്ക് എന്ന് കളിക്കാൻ നമ്മൾ നേരത്തെ ആ പേജിലേക്ക് തന്നെ വരും. ഓക്കെ, ആ ഒരു പേജ് ബാംഗ്ലൂരിൻ്റെ പേജിലേക്ക് തന്നെ വരും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് വരാം. ഓക്കെ, ഇവിടെ വീണ്ടും ഇവിടെ ബാക്ക് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇല്ല നിങ്ങളെ ബ്രൗസറിൽ ബാക്ക് എന്നുള്ള ആരോ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിലേക്ക് പോകാം. ഇല്ല നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ആ ഹോം പേജിലേക്ക് എത്താം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പേജ് ലോഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂരിൻ്റെ നിങ്ങൾ അങ്ങനെ എടുത്തിട്ട് ഓരോന്ന് നോക്കണം. ഇപ്പോൾ ചെന്നൈൻ്റെ നിൽക്കൂടെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ചെന്നൈൻ്റെ കാണാം. ചെന്നൈ എടുക്കുക നമ്മൾ. ഇപ്പോൾ ഞാനിത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ ഇതിൽ PDF ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ല ഇവരത്. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ പറയുന്ന സമയത്ത് എന്താണ്, ഒരുപാട് സമയം നമ്മളിതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെന്നൈൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫ്രഷർ വേക്കൻസിയാണ്. 36 വേക്കൻസി ഉണ്ട്. ഇതിന് പോസ്റ്റിംഗ് ലൊക്കേഷൻ കണ്ടോ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്. ഇപ്പോൾ ചെന്നൈൻ്റെതാണെങ്കിലും ചെന്നൈ മാത്രമല്ല, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, എനിവേർ ഇൻ ഇന്ത്യ. കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്, ലക്ഷദ്വീപിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇത് പ്രൊജക്ട് എഞ്ചിനീയർ. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഞാൻ വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിലെന്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഡൊമൈൻ ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ BE ഓർ BTech അതല്ലെങ്കിൽ ME ഓർ MTech, ഇതൊക്കെ പാസ് മാർക്ക് അത് ഇത്ര പെർസെൻറ്റേജ് വേണമെന്ന് ഇതിൽ പറയുന്നില്ല. പിന്നെ സയൻസിലുള്ള PG ഡിഗ്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഡൊമൈൻ ഏരിയ നിങ്ങൾ നോക്കിയാൽ മതി. സ്കിൽ സെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലേക്ക് എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട PG ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്യാം. ഇന്ന ഡിസിപ്ലിനിൽ അല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന സ്കില്ല് കാര്യങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാ സയൻസിലോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലോ അതിലേതെങ്കിലുമൊക്കെ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ചു. ഇനി അടുത്ത കണ്ടോ, പ്രൊജക്റ്റ് എഞ്ചിനീയർ. ഇത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഒക്കെ അതിലുണ്ടാവും, ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. മിനിമം 1 year to 4 year എക്സ്പീരിയൻസ് നമുക്ക് വേണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുക നിങ്ങൾ, എന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊജക്ട് ടെക്നീഷ്യൻ, ഇത് IT കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. പ്രൊജക്ട് ടെക്നീഷ്യൻ്റെ എത്തുന്നു വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂർ, ചെന്നൈ, ഇതവിടെ കാണാം. ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ട്, കൊച്ചിയൊക്കെ വേക്കൻസി ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് IT ആണ് വേണ്ടത് നിങ്ങൾക്ക്. ഓക്കെ, ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഡിപ്ലോമ വെച്ചിട്ട്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ITയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ
അപ്പോൾ നമ്മൾക്ക് ഡിസിപ്ലിൻ ഏതാണെന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ IT ഇതൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമയോ ഡിഗ്രിയോ അതല്ലെങ്കിൽ IT ഒക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഈ സ്കിൽ സെറ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് മിനിമം ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ സെറ്റപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കമ്പ്യൂട്ടർ കമ്പോണൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അത്തരം സ്കില്ല് കാര്യങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം. IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് മതി. ഇനി ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ. ഓക്കെ, പിന്നെ ജോബ് പ്രൊഫൈൽ ഇവിടെ ഇതൊക്കെയാണ്. ഓക്കെ, ബേസിക് നോളജ് ഓഫ് ലിനക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ജോബ് പ്രൊഫൈലിൽ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളാണ്. ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് CTC 3.2 lakh per annum ആണ്. ഇതിലേക്ക് 3 വർഷം വരെയാണ് പോസ്റ്റിങ്. അപ്പോൾ ഇത് ഓരോന്നെടുത്ത് നിങ്ങളിങ്ങനെ നോക്കുക. അപ്പോൾ ഞാനിതിങ്ങനെ വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഡൊമൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിപ്ലിനിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അതിനനുസരിച്ചിട്ട് ഞാൻ നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ നോക്കാം നമുക്ക്. അപ്പോൾ തിരുവനന്തപുരം എടുക്കാം. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരം നമ്മൾ എടുക്കുമ്പോൾ നമുക്കിതിൽ വന്നിരിക്കുന്ന വാക്കൻസികളൊക്കെ അതൊക്കെ നോക്കാം. ലോഡിംഗ് ആണ്. യെസ്, ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലും ജമ്മുവിലൊക്കെ വാക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, അത് തിരുവനന്തപുരം എന്നുള്ളതിൻ്റെ പ്രൊജക്റ്റ് ബേസ് ആയിരിക്കും. ഇവിടെ കാണാം നിങ്ങൾക്ക് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ ഇതിലേക്ക് മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, ഡിപ്ലോമ എഞ്ചിനീയറിംഗ് അത് ഇലക്ട്രോണിക്സിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ചില പോസ്റ്റിനൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയൊന്നും ഞാൻ പറയേണ്ടതില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് ഓരോന്നിടത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ നേരെയുള്ള വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ബട്ടൺ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് കോർണറിൽ അപ്ലൈ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ ID ഇവിടെ കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ IDയിലും മൊബൈലിലേക്കും എന്ത് ചെയ്യും, OTP വരും. ആ OTP അവിടെ അടിച്ചു കൊടുക്കുക. നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യണം. ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞിട്ടും കൊടുത്തിരിക്കുന്നത് ഇത് അവിടെ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ പേജിലേക്ക് തന്നെയാണ് വരിക. 2 ലിങ്കും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. കണ്ടോ, ഇതിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബാംഗ്ലൂരാണ് താല്പര്യമെങ്കിൽ ബാംഗ്ലൂർ സെലക്ട് ചെയ്യുക. ചെന്നൈ ആണ് ചെന്നൈ. ഇനി ഒന്നിലധികം അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും. അത് എന്താണെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് മെയിൽ ത്രൂ ആയിരിക്കും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്താണ് അപ്ലൈ എന്നുള്ള ബട്ടൺ താഴെ ഉണ്ട്, മുകളിലും ഉണ്ട്. അപ്പോൾ എവിടെ ആണെങ്കിലും അപ്ലൈ എന്നുള്ള കൊടുക്കുക, മെയിൽ ID കൊടുക്കുക, അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോന്നും നോക്കണം കേട്ടോ. നിങ്ങൾ അത് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങളുടെ വേക്കൻസി ഏതാണെന്ന് അറിയണമെങ്കിൽ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കണം. ഇതിൽ ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് ഒന്നും പറഞ്ഞില്ല. അതിലൊക്കെ മേ ബി പല ക്വാളിഫിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊക്കെ നോക്കുക. ഓക്കെ, ഹൈദരാബാദിൻ്റെ ലോഡ് ആവുന്നുള്ളൂ. ഓക്കെ, യെസ്, ഇതാ ഇതിലിപ്പം കണ്ടോ, നിങ്ങൾക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് ഫ്രഷർ കുറച്ച് വേക്കൻസികളുണ്ടോ നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രൊജക്റ്റ് അസോസിയേറ്റ് എക്സ്പീരിയൻസ്ഡും ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോന്നും ഉണ്ടാവും കേട്ടോ. ചെറിയ മാറ്റങ്ങളൊക്കെ പോസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പ്രൊജക്റ്റ് ലീഡർ ഉണ്ട്, മാനേജർ ഉണ്ട്, ഇതൊക്കെ എക്സ്പീരിയൻസ് വേണ്ടിയും. പ്രൊജക്റ്റ് ഓഫീസർ ഉണ്ട്. ഓക്കെ, പിന്നെ പ്രൊജക്റ്റ് ടെക്നീഷ്യൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓരോന്നും എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.